അതിപ്രശസ്തമായ ഇരിപ്പ് വെള്ളച്ചാട്ടത്തിന്റെ അതിമനോഹരമായ ദൃശ്യവിരുന്നിലേക്കാണ് ഈ യാത്ര. കേരള കർണാടക അതിർത്തിയോട് ചേർന്ന് കുടക് ജില്ലയിൽ ബ്രഹ്മഗിരി മലനിരകളിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും 38 കിലോമീറ്ററും കർണാടകയിലെ വീരാജ്പേട്ടയിൽ നിന്നും 40 കിലോമീറ്ററും മാറിയാണ് ഈ പ്രദേശത്തിന്റെ സ്ഥാനം. തുളു, കർണാടക എന്നീ ഭാഷകൾ സംസാരിക്കുന്ന കുടിയേറ്റ കർഷകരാണ് ഇവിടുത്തെ തദ്ദേശീയർ. ദക്ഷിണേന്ത്യക്കാർ പുണ്യനദിയായി കണക്കാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയായ ലക്ഷ്മണതീർത്ഥം ഉത്ഭവിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ്. അതിനാൽ തന്നെ ലക്ഷ്മണതീർത്ഥം എന്ന നാമത്തിലും ഇരിപ്പ് വെള്ളച്ചാട്ടം അറിയപ്പെടാറുണ്ട്. ഇരിപ്പ് വെള്ളച്ചാട്ടം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരിയായി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പ്രശസ്തമായ ഒരു ശിവക്ഷേത്രം വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാതയിൽ കാണാവുന്നതാണ്. ശിവരാത്രി കാലത്ത് ഒട്ടനവധി തീർത്ഥാടകർ സന്ദർശനം നടത്തുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഇവിടം. ഭാരതത്തിലെ 2 ഇതിഹാസങ്ങളിലൊന്നായ രാമായണ കഥയുമായാണ് ഇവിടം ബന്ധപ്പെട്ട് പറയപ്പെടുന്നത്. രാമലക്ഷ്മണന്മാർ സീതാദേവിയെ അന്വേഷിച്ച് ബ്രഹ്മഗിരി മലനിരകളിൽ അലഞ്ഞു നടന്നിരുന്നുവത്രേ. ക്ഷീണിതനായ രാമൻ ലക്ഷ്മണനോട് ദാഹജലം ആവശ്യപ്പെട്ടപ്പോൾ ലക്ഷ്മണൻ അമ്പെയ്ത് നിർമ്മിച്ചതാണത്രേ ഈ നദി. ഈ ഐതിഹ്യം കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിക്കുളിച്ചാൽ പാപമോചനം ലഭിക്കും എന്നും ഹൈന്ദവർ വിശ്വസിച്ചു പോരുന്നു. ഏകദേശം 165 അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം നദിയിലേക്ക് പതിക്കുന്നത്. പ്രധാന കവാടം കടന്ന് ഏകദേശം 1 കിലോമീറ്ററോളം കാനനപാതയിലൂടെ സഞ്ചരിച്ചു വേണം വെള്ളച്ചാട്ടത്തിന് സമീപം എത്തിച്ചേരാൻ. ആഴ്ചയിലെല്ലാ ദിനവും തുറന്നു പ്രവർത്തിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പ്രവേശന ഫീസായി ഈടാക്കുന്നത് 50 രൂപയാണ്.